അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കില്ല എന്ന് പണ്ടുള്ളവർ പറയും. അതേപോലെ ഒരു കാര്യമാണ് സുലോചന ടീച്ചറുടെ വീട്ടിൽ നടന്നത്. അതിനെപ്പറ്റി സുലോചന ടീച്ചർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. മാഡം, എൻ്റെ പേര് സുലോചന. യഥാർത്ഥ പേരല്ല. ഞാനൊരു ടീച്ചറാണ്. വലിയൊരു സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എനിക്ക് 40 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10-13 വർഷമായെങ്കിലും ഇതുവരെയും ഞങ്ങൾക്ക് കുട്ടികളില്ല. എൻ്റെ ഹസ്ബൻഡ് ടീച്ചറാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളുമില്ല. നല്ല സ്നേഹബന്ധത്തിലാണ്. എന്നെ വലിയ കാര്യമാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും 2 സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ചില ദിവസങ്ങളൊക്കെ അദ്ദേഹം വീട്ടിൽ കാണില്ല. ജോലി സ്ഥലത്തായിരിക്കും. ആഴ്ചയിൽ അവസാനമായിരിക്കും വരിക, അല്ലെങ്കിൽ അവധി ദിവസം. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ഇത്രയും കാലം മുന്നോട്ട് പോയത്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ, അവർ യാതൊരു പ്രശ്നവുമില്ലാതെ നല്ല ആരോഗ്യവതിയായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട്. അവരും റിട്ടയറായ ഒരു ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ ഒത്തിരി ഐഡിയാസ് എനിക്ക് എന്നും ഉപകാരപ്രദമായിട്ടുണ്ട്. പിന്നെ മറ്റ് മരുമകൾ അമ്മായിമ്മ ബന്ധം പോലെയുള്ള ഞങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. അവർ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാറില്ല, ഞാനും അവരെ ഇറിറ്റേറ്റ് ചെയ്യാറില്ല. അമ്മയുടെ ഭർത്താവ്, അതായത് എൻ്റെ അമ്മായച്ചനൊക്കെ മരിച്ചു പോയിട്ട് ഒത്തിരി വർഷമായി. ഹസ്ബൻഡിന് ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അവൾ വിവാഹശേഷം പെട്ടെന്ന് മരണപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റ മോനായ എൻ്റെ ഭർത്താവിനോട് അത് കഴിഞ്ഞതിൽ പിന്നെ വലിയ ഒരാശ്രയ മനോഭാവം അമ്മയ്ക്കുണ്ട്. പിന്നെ എപ്പോഴും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഞാനിതിൽ ഒന്നും പറയാറില്ല. കാര്യം സപ്പോർട്ട് ചെയ്തോട്ടെ, അവർക്കാകെ മകൻ മാത്രമല്ലേ ഉള്ളൂ. എന്നെ കുറ്റം പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ലെന്നാണ്. എന്നാൽ അമ്മ എന്നെ കുറ്റമൊന്നും പറയില്ല. എന്നാലും ഹസ്ബൻഡിനെ നന്നായി സപ്പോർട്ട് ചെയ്യും. കുട്ടികളുണ്ടായില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി വിശദമായ പല പരിശോധനകളും വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മന്ത്രം, തന്ത്രം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ആയുർവേദ മരുന്നും ഹോമിയോയും ഒക്കെ പരീക്ഷിച്ച് നോക്കി. പക്ഷേ വലിയ മെച്ചമുണ്ടായില്ല. എല്ലാ റിസൾട്ടിലും ഞങ്ങൾക്ക് 2 പേർക്കും ഒരേപോലെ കുഴപ്പമുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം പിന്നെ എന്ത് ചെയ്യാനാണ്? ഭർത്താവിനെ കുറ്റം പറയാൻ പറ്റില്ല, ഭാര്യയെ കുറ്റം പറയാൻ പറ്റില്ല. ഇത്രയും കുട്ടികളുടെ നടുക്കിരിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് ഒരു ദുഃഖം കാണും. എന്നാൽ കുട്ടികളൊക്കെ മുന്നിലുള്ളപ്പോൾ ഒരു സന്തോഷവുമുണ്ട്. അങ്ങനെ പോകുകയായിരുന്നു. ഞങ്ങൾ നല്ല സ്നേഹബന്ധത്തിലാണെങ്കിലും പതുക്കെ പതുക്കെ ഈ വിഷയം ഞങ്ങളുടെ മനസ്സിനെ ബാധിച്ചു. സന്തോഷം പുറമേ ഉണ്ടെങ്കിലും അകമേ ഞങ്ങൾക്ക് അത് കുറഞ്ഞു വന്നു. അങ്ങനെ ഒരു 5 വർഷത്തിന് മുമ്പ് ഞങ്ങൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പായി. ഇനിയിപ്പം ഒന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹത്തിനും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. അങ്ങനെയായിരുന്നു. പിന്നീട് കുറേ നാളത്തേക്ക് ഞങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതായി. പക്ഷേ എൻ്റെ അമ്മായിമ്മയ്ക്ക് എപ്പോഴും ഹോപ്പാണ്. സാരമില്ല, 40 ആണെങ്കിലും 45 ആണെങ്കിലും നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും. തുടർന്ന് എപ്പോഴും അതിനെപ്പറ്റി ഓർക്കുകയും ചികിത്സ ചെയ്യുകയും ചെയ്യണം എന്ന് പറയും. അമ്മയുടെ ആ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഞാനും ഹസ്ബൻഡും ഇടയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നതായിട്ടും പ്രാർത്ഥനയ്ക്ക് പോകുന്നതായിട്ടും ഭാവിക്കും. അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ലാതായ വിഷയമൊന്നും അമ്മയ്ക്കറിയില്ല. എന്ന് വെച്ച് ഞങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. സന്തോഷം തന്നെ. ഞങ്ങൾ രണ്ടുപേരും വന്ന് നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഒക്കെ പറയും, കിടന്നുറങ്ങും. ഇത്ര മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ചിലപ്പോൾ ഹസ്ബൻഡ് വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ മോഹങ്ങൾ മുരടിച്ചു, മോതിരയ്ക്ക് മുരടിച്ചു, മനസ്സ് മുരടിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില കൊളുത്തുന്ന വാചകങ്ങൾ സ്റ്റാറ്റസ് ആയിട്ടിടും. ഞാൻ അത് കാണും, പക്ഷെ ചോദിക്കില്ല. ഞാനാണെങ്കിൽ ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പോകില്ല. ഒന്നും പറയാതിരിക്കാൻ ഞാൻ പഠിച്ചു. ഒരു ദിവസം രാത്രി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങളെങ്ങനെ ചുമ്മാ സ്റ്റാറ്റസ് ഇടരുത്. കാണുന്നവർ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. ഒന്നാമത് നമ്മൾക്ക് കുട്ടികളില്ലെന്ന് പറഞ്ഞിട്ട് ആളുകൾ കൗതുകത്തോടു കൂടി നമ്മളെ നോവിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ സാഡായിട്ടുള്ള സ്റ്റാറ്റസുകൾ ഇടരുതെന്ന് പറഞ്ഞു. പക്ഷേ അന്നെന്തോ എനിക്കറിയില്ല, ഭർത്താവ് പൊട്ടിത്തെറിച്ചു. എൻ്റെ മൊബൈൽ ഇടുന്ന സ്റ്റാറ്റസ് ഞാനാ നിയന്ത്രിക്കുന്നത്, നാട്ടുകാരല്ല, നീയല്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ചു. ഭർത്താവിൻ്റെ അപ്രതീക്ഷിതമായുള്ള ആ ഒരു വഴക്കിൽ ഞാൻ അമ്പരന്ന് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാനും തിരിച്ചു പറയാൻ തുടങ്ങി. ഭർത്താവ് പെട്ടെന്ന് ബെഡ്റൂം തുറന്ന് പുറത്ത് വന്നിട്ട് എന്നെ അവിടെ ഇരുന്ന് കുറ്റം പറയാൻ തുടങ്ങി. അങ്ങനെയാണ് അമ്മ ഞങ്ങളുടെ വഴക്ക് കേട്ടത്. മൂക്കത്ത് വേലിൽ വെച്ച് അമ്മായിമ്മ ഇറങ്ങി വന്നു. ദൈവമേ, ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ ഇങ്ങനെ ഒരു വഴക്ക്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അമ്മയുടെ മുറി പോ, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പുറകെ വരരുത് എന്ന് പറഞ്ഞ്
അമ്മയോട് ചൂടായി. അമ്മയാണെങ്കിൽ വല്ലാതായി. കാര്യം അങ്ങനെയൊന്നും ഹസ്ബൻഡ് പറയാത്താണേ. പിന്നീട് അമ്മ മുറിയിലേക്ക് അങ്ങ് പോയി. ഹസ്ബൻഡ് എന്നോട് മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഫോണൊന്നും ചെയ്തില്ല. ചേടാ, ഇത്രയും നാളും ഇങ്ങേർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഇതെന്ത് പറ്റിയതാ എന്നൊക്കെ ഞാൻ ഓർക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ വിളിക്കാൻ പോയില്ല. എന്നെയും വിളിച്ചില്ല. ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞു. അപ്പം അമ്മ എന്നോട് ചോദിച്ചു, അവന് വിളിക്കാറില്ലേ, ഈ ആഴ്ച വരുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അമ്മ വിളിക്കുന്നില്ല അമ്മയുടെ മോന്, അമ്മ അങ്ങോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ ഫോണിൽ വിളിച്ചു. പക്ഷേ അദ്ദേഹം നല്ല രീതിയിലുള്ള പ്രതികരിച്ചത്. അതോടുകൂടി അമ്മ എന്നോട് പറഞ്ഞു, എടീ സത്യം പറ, ഇവിടെ എന്താ നടക്കുന്നത്? നിങ്ങൾക്ക് തമ്മിൽ എന്താ പ്രശ്നം? ഇത്രയും കാലമായിട്ട് കുട്ടികളില്ലാഞ്ഞിട്ടും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം എന്താണ് പ്രശ്നം? സത്യം പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് സെൻറ്റിമെൻറ്റ്സ് വന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, കുറേ വർഷങ്ങളായി ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കിട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് കോപം വന്നു. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ വിഡ്ഢിയാക്കിയായിരുന്നു. വഴിപാട്, മരുന്ന്, എന്തൊക്കെ നാടകങ്ങളായിരുന്നു ഇവിടെ. എടീ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകില്ല. മരുന്ന് കൊണ്ടോ മന്ത്രം കൊണ്ടോ ഒന്നും മാത്രം ഇത് നടക്കില്ലെന്നറിയില്ലേ? എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം. ഇത്രയും നാളായിട്ടും നീ എന്താ എന്നോടിത് പറയാതിരുന്നത്? അമ്മേ, അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യമല്ലേ? അത് അമ്മയോട് ഞാനെന്തിനാ പറഞ്ഞത്? എടി, എന്നാലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ നിനക്കിങ്ങനെ വരില്ലായിരുന്നു. അതെന്താ ഞാൻ സൂചന തന്നു കഴിഞ്ഞാൽ അമ്മയെല്ലാം ശരിയാക്കി എടുക്കുമോ? എല്ലാം ശരിയാക്കി എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ ഞാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേനെ. ഇതിപ്പോൾ എന്താ ഈ പറയുന്നത്? കഥയിൽ കൊണ്ട് വളം വെക്കാൻ പറ്റുമോ? എടി, 40, 41, 42 വയസ്സിങ്ങനെ പോയി കഴിഞ്ഞാലേ ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റില്ല. നീയൊക്കെ എന്താ കാണിക്കുന്നത്? ഇത്രയും അഹങ്കാരം തലയ്ക്ക് പിടിച്ച രണ്ടെണ്ണത്തിനെ എൻ്റെ വീട്ടിൽ തന്നെ ദൈവം കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞ് അമ്മായിമ്മ പരിതപിച്ചു. ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യാനാണ്? പുള്ളിയാണ് പതുക്കെ പതുക്കെ കുറച്ച് എല്ലാം സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പോയി കാലെ പിടിക്കണോ? അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, കാലയല്ല പിടിക്കേണ്ടത്, എവിടെ പിടിക്കേണ്ടതെന്ന് എനിക്കറിയില്ലേ? എടി, ഭർത്താവിന് ഇത്തിരി താല്പര്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ എന്താ ചെയ്യേണ്ടത്? അങ്ങോട്ട് ചെല്ലണം. ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തിയെടുക്കണം. തളർന്നു കിടക്കുന്നവനെ എഴുന്നേറ്റ് നടത്തണം. അതാണ് പെണ്ണിൻ്റെ മിടുക്ക്. നീ എന്തിനാടി ടീച്ചറാണെന്ന് നടക്കുന്നത്? നീ പഠിപ്പിക്കുന്ന പിള്ളേരെ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ പഠിപ്പിച്ച കരിക്കുലത്തിൽ ഇങ്ങനെയുള്ള സംഗതിയൊന്നും പഠിപ്പിക്കുന്നില്ല. ആഹാ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണോ? എടീ, അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കത്തില്ല. അതെനിക്കറിയാമോ? എനിക്കറിയില്ല, ഞാൻ മരം കയറിയിട്ടില്ല, ഞാൻ അണ്ണാനുമല്ല എന്ന് പറഞ്ഞു. ആ, അണ്ണാനല്ലെങ്കിൽ മിക്കവാറും നിനക്കും മേളോട്ട് നോക്കിയിരിക്കാം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അമ്മേ, ഞാൻ എന്ത് ചെയ്യാനാ? എടീ, സ്ത്രീകളായാൽ നല്ല മിടുക്ക് വേണം. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഈ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അവൻ എങ്ങനെയായിരുന്നു? ഒരു കുഴപ്പവുമില്ല, നല്ല സ്നേഹവും ആവേശവുമായിരുന്നു. അതൊക്കെ പോട്ടെ, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നീ പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അമ്മ ഉദ്ദേശിക്കുന്നത് ഒലക്കയുടെ മൂട് അത് കൊള്ളാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ അമ്മ കൈ കാണിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, അതൊക്കെ നല്ലതാണ്, ഓക്കെ ആണമ്മേ. അപ്പോൾ ആവേശമുണ്ട്, സ്നേഹമുണ്ട്, വേണ്ട കാര്യങ്ങൾ ഓക്കെയുമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, മോളെ സമയമുണ്ടായിരുന്നു? അമ്മ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, എടി പറ, സമയമുണ്ടായിരുന്നു? സമയം എന്താടി? സമയത്തെപ്പറ്റി നീ കേട്ടിട്ടില്ലേ? നിനക്ക് ഓർമ്മയില്ലേ? നീ അങ്ങ് മറന്നുപോയോ? അത് പിന്നെ 1-2 മണിക്കൂർ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുമായിരുന്നു. അതല്ല ഞാൻ ചോദിച്ചത്, യഥാർത്ഥത്തിലുള്ള അവൻ്റെ ടൈമാണ് ചോദിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരുന്നു, അവന് പ്രശ്നമില്ല. നീ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, സ്നേഹമുണ്ട്, ആവേശമുണ്ട്. എടി, പിന്നെ എങ്ങനെയാണ് നിന്നു പോയത്? ഞാൻ പറഞ്ഞമ്മേ, കുട്ടികളുണ്ടാകാത്ത കാര്യമൊക്കെ പറഞ്ഞ് ചികിത്സിച്ച് എല്ലാവരും കൂടി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു. മാനസികമായി അദ്ദേഹം ഒത്തിരി പിന്നോട്ടായി. അപ്പോൾ പതിയെ പതിയെ നിന്നു പോയതാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ ഒന്നും സംസാരിച്ചിട്ടുമില്ല. അങ്ങനെ സംസാരിക്കാതെ ഇനാക്റ്റീവായി പോയതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ശരി, കല്യാണം കഴിക്കുമ്പോഴേക്കും ആർക്കെങ്കിലും അറിയാമോ കുട്ടികളുണ്ടാകുമോ കുട്ടികളുണ്ടാകില്ലോ എന്ന്? ഉണ്ടായാൽ ഭാഗ്യം, ഉണ്ടായില്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അതിനു വേണ്ടിയിട്ടാണോ കല്യാണം കഴിക്കുന്നത്? വിവാഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഇണയും തുണയുമായി എത്രയും കാലം ഒന്നിച്ച് ജീവിക്കാമോ അത്രയും കാലം നല്ല സ്നേഹത്തിലും നല്ല സഹകരണത്തിലും കഴിയുക. ഇപ്പോൾ അങ്ങനെയായോ? എന്നിട്ട് ഈ ഉപദേശമൊന്നും എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടില്ലല്ലോ. അമ്മയാണെങ്കിൽ ആ സമയത്ത് കുട്ടികളുണ്ടാകണം, പോയി നോക്ക്, പരിശോധിക്ക്, മരുന്ന് കഴിക്ക്, മന്ത്രം ചെയ്യ്, അമ്പലത്തിൽ പോകൂ എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുകയല്ലേ? ഈ അടുത്ത കാലം വരെ അമ്മ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? ഇപ്പം എന്താ പെട്ടെന്ന് മാറിയത്? എടി, ഒരമ്മ അല്ലെങ്കിൽ അമ്മായിമ്മ എന്നുള്ളതിൽ ഞാൻ എന്താ പറയേണ്ടത്? ഈ
കാര്യങ്ങളൊക്കെ ശരിയാകും. നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യൂ, നിങ്ങൾ അവിടെ പോകൂ, ഇവിടെ പോകൂ എന്നുള്ളതല്ലാതെ എന്നും ഒന്ന് നിന്നോട് പറയാൻ പറ്റുമോ? കുതിരപ്പുറത്ത് കയറിയിരുന്ന് എന്ന് നീ തുള്ളടിയെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അമ്മായിയമ്മ അത് പറഞ്ഞപ്പോൾ ശരിയാണ്, അവരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, അല്ലാതെ ഈ കാര്യങ്ങൾ വന്ന് എന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ശരിയാ അമ്മ പറഞ്ഞത്, പക്ഷേ എന്ത് ചെയ്യാനാണ്, എല്ലാം നിന്ന് പോയില്ലേ. അപ്പം അമ്മായിയമ്മ എന്നെ രാട്ടാട്ടി. നീ ഒരു സ്ത്രീയാണോടി, നിനക്കിങ്ങനെ പറയാൻ നാണമുണ്ടോ? ഭർത്താവ് എല്ലാം അങ്ങ് നിർത്തിയെന്ന്. എടി, മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണ്. നീ പോയി മുട്ടിക്കഴിഞ്ഞാൽ ഏത് സമയത്തും തുറക്കും. കാര്യം ഒരു പുരുഷൻ ഒരിക്കലും അടഞ്ഞിരിക്കില്ല, അവന് ഒന്നും അടച്ചു വെക്കാൻ പറ്റില്ല. അവൻ്റെ ജീൻ അങ്ങനെയാണ്. പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ താല്പര്യം കുറഞ്ഞ് അവൻ സ്വയം ഒതുങ്ങിപ്പോകുന്നതാണ്. പിന്നെ എനിക്കിപ്പോൾ ഇതൊക്കെ കേട്ട് നല്ല സംശയമുണ്ട്. എന്താമേ, അല്ല നിങ്ങളുടെ വഴക്ക്? അത് പിന്നെ പുള്ളി ഇങ്ങനെ ശോകമായ സ്റ്റാറ്റസൊക്കെ ഇടുകയാണ്, അതിടരുത്. അത് പറഞ്ഞതിനാണ് പുള്ളി പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നു, അവന് വേറെങ്ങും എന്തോ കണക്ഷനുണ്ട്, അതായിരിക്കും. എന്താ അമ്മ പറഞ്ഞത്? പിന്നെ ആണല്ലേടി, അവൻ എൻ്റെ മോനാണെങ്കിലും അവനങ്ങ് വെറുതെ ഇരിക്കുകയാണ്. അമ്മ എന്തൊക്കെ ഊഹാപോഹങ്ങളാണ് പറയുന്നത് സ്വന്തം മകനെക്കുറിച്ച്. പുള്ളി അങ്ങനൊന്നുമില്ല. ആഹാ, നീയാണോ പറഞ്ഞത്? നീ അവൻ്റെ പുറകെ നടക്കുകയാണ്. എടി, ആണ് എല്ലാ സമയത്തും ആണ് തന്നെയാണ്. എടി, അവനൊന്നും ഡൗൺ ആയപ്പോൾ നീ നേരെയാകേണ്ടതായിരുന്നു. നീ ഡൗൺ ആയി. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള കണ്ണി അറ്റുപോയി. പക്ഷേ അവൻ വേറെ എവിടെയോ ഏതോ രീതിയിൽ നല്ല നർത്തനമാടുന്നുണ്ട്. അതിൻ്റെ കുറ്റബോധമാണ് ഈ സ്റ്റാറ്റസൊക്കെ. അമ്മ എന്താ പറഞ്ഞത്? അമ്മ ചുമ്മാ ഊഹിച്ച് പറയുകയാണ്. പിന്നെ ഊഹിച്ച് പറയുന്നു. എടി, ആണിൻ്റെ കൂടെ ഞാനും ജീവിച്ചിട്ടുണ്ട്, എനിക്ക് വേറെ കുറേ ആണുങ്ങളെ അറിയാം. അമ്മയ്ക്ക് എങ്ങനെ വേറെ കുറേ ആണുങ്ങൾ അറിയുന്നത്? അതിപ്പോൾ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് പല ആണുങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവന് ജോലി സ്ഥലത്ത് ഏതോ ഒരു കണക്ഷനുണ്ട്. അവൻ അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് അവന് കുറ്റബോധമുണ്ട്. അതാണ്. എടി, ഒരു സ്ത്രീ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അലസത പാടില്ല. അമ്മ ചുമ്മാ ഇല്ലാത്തോരെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ. അല്ലേ, നിനക്കെന്തിനാ പേടി? നിനക്കൊന്നും വേണ്ടല്ലോ, അവനൊന്നും വേണ്ട. ഇനിയിപ്പം അവൻ എവിടെയെങ്കിലും പോയി തേങ്ങ പറിച്ചാലോ മാങ്ങ പറിച്ചാലോ നിനക്കെന്താ? നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്ക് അസൂയുണ്ടോ? അമ്മ അങ്ങനെ പറ, എനിക്ക് നല്ല വിഷമമുണ്ട്. എടി, വിഷമിക്കാനും ഒരു യോഗ്യത വേണം. നിനക്ക് എന്ത് യോഗ്യത ഉള്ളത്? ഭർത്താവിനെ നീ ഗവനിച്ചിട്ടുണ്ടോ? ഇല്ല. നിനക്കും ഒന്നും വേണ്ട, അവനൊന്നും വേണ്ട. ഇതെന്താടി വെള്ളരിക്കപ്പെട്ടണമോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞത് ചേട്ടന് വേറെ ബന്ധമുണ്ടെന്നാണോ? കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെ പറ്റിയത് ഞാനല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്യണ്ട, മേളേക്ക് നോക്കിയിരുന്നാൽ മതി. നൂലിൽ കെട്ടി താഴേക്ക് പലതും വരും, അപ്പം അത് കയ്യിൽ പിടിക്കുക. അമ്മേ, എടി, ഞാൻ പറയുന്നത് നീ കേൾക്കാമോ? അമ്മ പറയുന്നത് കേൾക്കാം. അവൻ എവിടെയോ സ്റ്റക്കായിരിക്കുകയാണ്. ആ സ്റ്റക്ക് നീ മാറ്റിയെടുക്കണം. ഞാനിവിടെ പോയി മാറ്റാനാ? എടി, ഭർത്താവിനോട് സ്നേഹത്തോട്ട് പെരുമാറണം. ഇനിയിപ്പോൾ വരുമ്പോൾ പറയണം, ഇനി എന്തായാലും നമ്മൾക്ക് കുട്ടികളൊന്നും ഉണ്ടാകില്ല. ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്തോട്ടെ, അതിൽ ഒരു പ്രശ്നവുമില്ല. നമുക്കിനിയും സന്തോഷമായിട്ട് കഴിയാം. ഒന്നും നമ്മൾക്ക് നിർത്തിവെക്കണ്ട. ഇനിയുള്ള കാലത്ത് നമുക്ക് രണ്ടാം മധുവതി പോലെ എൻജോയ് ചെയ്ത് ജീവിക്കാം എന്ന് നീ പറയണം. അയ്യോ അമ്മേ, അതൊക്കെ ഞാൻ എങ്ങനെയാ പറഞ്ഞത്? എടി, ഞാൻ ദേ കൈ കിട്ടുന്ന വെച്ചിട്ട് നിനക്ക് രണ്ടെണ്ണം തരും കേട്ടോ. നീ അന്നാ പറയണ്ട, നാക്കും വായും ഉണ്ടല്ലോ എന്ന് അമ്മ പറഞ്ഞൊരു ആംഗ്യവും കാണിച്ചു. അമ്മേ, അമ്മയെ കൊമ്മ നിന്ന് വിളിക്കണ്ട. നീ രംഗത്തിറങ്ങുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നിന്നേക്കാൾ മിടുക്കുള്ള നല്ല ടീച്ചർമാരോ അല്ലെങ്കിൽ നല്ല പെണ്ണുങ്ങളോ അവനെ കൊത്തിയെടുത്തോണ്ട് പോകും. ഇപ്പോഴും 40-42 വയസ്സ് അവനായിട്ടുള്ളൂ. എടി, 40 വയസ്സെന്ന് പറയുമ്പോഴേക്കും ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഉജ്ജ്വല കാലഘട്ടമാണ്. ആ സമയത്ത് സ്ത്രീകൾ ഒരിക്കലും അവരെ വെറുതെ വിടരുത്. സ്വന്തമായി അവരെ ചേർത്ത് നിർത്തണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ റെഡിയാകൂ. അല്ലെങ്കിൽ അവർ കൈവിട്ടു പോകും. അത് എൻ്റെ ജീവിതത്തിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒന്നുകിൽ നീ അവനോട് പറഞ്ഞ് ശരിയാക്കിയെടുക്കുക, അല്ലെങ്കിൽ പ്രവൃത്തി ആയാലും മതി. എനിക്കൊന്നും അറിയില്ല, ഞാൻ അന്ന് കണ്ടിട്ടില്ല എന്നൊന്നും പറയരുത്. നിന്റെ കള്ളക്കഥയൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഇനി വഴക്കുണ്ടാക്കാതെ ഉള്ള കാലം എൻജോയ് ചെയ്യുക. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാത്ത കാര്യമോ ഒന്നും ചോദിക്കാൻ വരുന്നില്ല. ഞാൻ ആ കാര്യങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞു. എന്തായാലും അമ്മായിമ്മ പറഞ്ഞത് കേട്ട് എനിക്ക് പേടിയായി.
അങ്ങനെ ഞാനും ഹസ്ബൻഡ് പിന്നീട് വന്നപ്പോഴേക്കും അങ്ങ് സോറി പറഞ്ഞു. ക്ഷമിക്കണം, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. പിന്നെ അമ്മ എന്നെ ഉപദേശിച്ചു, നിങ്ങളെ ഞാൻ പ്രകോപിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു കള്ളക്കരച്ചിൽ കരഞ്ഞു. കുറേ നാളായി അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞ് കരഞ്ഞിട്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, സാരമില്ല, അതൊക്കെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നോർമൽ അല്ലേന്ന്. ഞാൻ പറഞ്ഞു, നോർമലായ പല കാര്യങ്ങളും നമ്മൾക്കിടയിൽ ഇപ്പോഴും നടക്കുന്നില്ല. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഗ്യാപ്പ് എടുക്കുന്നത്? ഇത് ശരിയല്ല. സന്തോഷകരമായി ജീവിക്കേണ്ട സാഹചര്യമാണ്. അമ്മ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നീ അമ്മയോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇല്ല, അമ്മ പറഞ്ഞത് ഇനിയിപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ നിങ്ങൾക്ക് സന്തോഷമായി കഴിഞ്ഞുകൂടെ, എന്തിനാ വഴക്കുണ്ടാക്കിയെന്ന് ചോദിച്ചു. ആഹാ, അമ്മ എങ്ങനെ പറഞ്ഞു? അമ്മ എങ്ങനെ പറഞ്ഞു? അമ്മയ്ക്കിപ്പോൾ നമുക്ക് കുട്ടികളുണ്ടാകാത്തതിൽ പ്രശ്നമൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞത് അതിനെ ചിന്തിക്കൊന്നും വേണ്ട, ശിഷ്ടകാലം സന്തോഷത്തോടു കൂടി കഴിയേ എന്നാണ് പറഞ്ഞത്. അമ്മ എങ്ങനെ പറഞ്ഞു? ഇപ്പോൾ എനിക്കും എൻ്റെ സ്ട്രെസ്സ് കുറഞ്ഞെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമുക്ക് തരുന്ന സമ്മർദ്ദങ്ങളിൽ പെട്ടാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ഹസ്ബൻഡിനും അങ്ങനെ കാണും. പക്ഷെ ഞാൻ ചോദിച്ചില്ല വേറെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ മിണ്ടിയില്ല. പക്ഷേ എനിക്ക് അവിടെ മറ്റു പല കാര്യങ്ങളിലേക്കും കടക്കേണ്ടി വന്നു. ഹസ്ബൻഡ് എന്താണെന്ന് ചോദിച്ചു. എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെയാണ് ഇപ്പോഴും. എനിക്കും അധികാരവും അവകാശവുമുള്ള ഭൂപ്രദേശങ്ങളുണ്ട്, അവിടെ ഞാൻ മേയും എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ഒന്നും പറഞ്ഞില്ല. ആദ്യമില്ലേ പുള്ളിക്ക് ഇത്തിരി ചമ്മലുണ്ടായിരുന്നു. വർഷങ്ങളുടെ ഗ്യാപ്പല്ലേ. എന്തായാലും അമ്മായിമ്മ മനസ്സ് ധ്യാനിച്ച് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നു. ഞാൻ കടമ ചെയ്യാൻ വന്നതാ എന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. കോമഡി ആകുമല്ലോ എന്നോർത്ത് ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് പുൽമട്ടിൽ നിന്നും എനിക്ക് പഴയ കാളക്കൂറ്റിനെ തിരിച്ചു കിട്ടിയത്. പിന്നെ ഞാൻ ഓർത്തു, എന്തായാലും ഒട്ടും കുറയ്ക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ ചമ്മലൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എങ്ങനെയാണോ അന്ന് ജീവിച്ചത് അതേപോലെ ഞാനൊന്ന് ഉറങ്ങി തുള്ളി. ഒരു കുഴപ്പവും ഒരു സ്നേഹബന്ധത്തിൻ്റെ പ്രശ്നങ്ങളും ഞങ്ങൾക്കിടയിലില്ലെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഭർത്താവ് എന്നോട് പണ്ട് സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ചോദിച്ചു. എടാ വിജയ, നമുക്കിതെന്താ നേരത്തെ തോന്നാഞ്ഞേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞതുപോലെയായി ഞങ്ങളുടെ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പോയി. എങ്കിലും ഞാൻ ഹസ്ബൻഡിനോട് നിങ്ങൾക്ക് വേറെന്തെങ്കിലും അഫെയർ ഉണ്ടായിരുന്നതെന്നൊന്നും ചോദിച്ചില്ല. കാര്യം എന്തിനാ വെറുതെ രസം നശിപ്പിക്കുന്നത്? ഇനി അങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാലും ഈ സാഹചര്യങ്ങൾക്കിടയ്ക്ക് അതൊക്കെ ഞാൻ മറന്നു കളയാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ വെറുതെ ഇരുന്നില്ല. എപ്പോൾ ഹസ്ബൻഡ് വന്നെന്ന് പറഞ്ഞാലും ഓടിപ്പോകും, സ്നേഹത്തോടുകൂടി സംസാരിക്കും. പിന്നെ ഇങ്ങോട്ട് തുടങ്ങാനൊന്നും കാത്തിരിക്കില്ല. അങ്ങോട്ട് ചെന്ന് കാളക്കൂറ്റിനിൽ തല കുനിച്ച് ഞാനൊന്ന് വന്നിക്കും. അങ്ങനെ ആയപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ആണുങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അമ്മായിമ്മ പറഞ്ഞപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. എൻ്റെ ജീവിതം രണ്ടാമതും പൂത്ത് തളർത്തെന്ന് എനിക്ക് തോന്നി. ഇതിനിടയ്ക്ക് ഒരു ദിവസം അമ്മായിമ്മയോട് ചോദിച്ചു, എടി കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയോന്ന്. ഞാൻ പറഞ്ഞമ്മേ ക്ലിയർ ആക്കി. ജോറായെന്ന് ചോദിച്ചു. ജോറായി. അപ്പം അമ്മായിമ്മ നെഞ്ചത്ത് കൈ പിടിച്ചോണ്ട് പറഞ്ഞു, എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. അമ്മയാണമ്മേ, അമ്മ എന്ന് പറഞ്ഞു. അമ്മ കുലുങ്ങി ചിരിച്ചു. അത് കഴിഞ്ഞൊരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു, നിന്നോട് ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ്, നീ അത് കേട്ട് ഞെട്ടരുത്. എന്താമ്മേ? ശരിക്കും നിന്റെ ഹസ്ബൻഡിന് അവിടെയുള്ള വേറൊരു പെണ്ണുമായിട്ട്, ടീച്ചർ തന്നെയാണ്, അവനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അത് ഞാൻ അറിയുകയും ചെയ്തു. നിന്നോട് പറഞ്ഞില്ല. എങ്ങനെ പറയാനാണ്? എൻ്റെ മോനല്ലേ. എന്നാലും അമ്മേ, പോട്ടെ, ഇപ്പം എന്തായാലും ആ കാര്യങ്ങളൊന്നുമില്ല. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അവളുടെ ഭർത്താവ് വന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം അവളെയും കൊണ്ട് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയി. ഇതൊക്കെ കുറച്ച് നാളുണ്ടായിരുന്നു. നീ പറഞ്ഞു 3 വർഷമായിട്ട് ഹസ്ബൻഡ് വെറുതെ ഇരിക്കുകയാണ്, 5 വർഷമായിട്ട് ഒന്നുമില്ലെന്ന്. എന്നാൽ അവൻ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് നീ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോൾ നീ വീണ്ടെടുത്തോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു വീണ്ടെടുത്തു. എങ്കിൽ ഈ കഥ കേട്ടിട്ട് നീ ഡൗൺ ആകരുത്, പൂർവാധിക ശക്തിയായി നീ ചുറ്റിയടിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ അമ്മയെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇതല്ല കാര്യം, ഇനിയാണ് നിന്നോട് പറയാനുള്ള യഥാർത്ഥ കാര്യം. എന്താ അമ്മേ? എടി, നിനക്കറിയാമല്ലോ എൻ്റെ അനിയത്തിയുടെ ഇളയ മകൻ. എനിക്കറിയാമേ. അവനാണെങ്കിൽ കാസർഗോഡ് അങ്ങോട്ടല്ലേ ജോലി ചെയ്യുന്നത്. എടി, അവന് ട്രാൻസ്ഫർ കിട്ടി, ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഭാര്യയുമായിട്ട് അവൻ വേർപിരിഞ്ഞു. അവർക്ക് കുട്ടികളില്ലേ? ഉണ്ടടി, 2 കുട്ടികൾ. അവളും അവനും കൂടെ വേർപിരിഞ്ഞു. അതെന്താമ്മേ കാരണം? ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ. അവന് ഇത്തിരി കൊന്തളിപ്പ് കൂടുതലാണല്ലോ. അത് പോട്ടെ. എന്തായാലും അവനിപ്പോൾ നമ്മളുടെ സിറ്റിയിൽ തന്നെയാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അവൻ വന്ന് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 3 ദിവസമായി.
പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ശോകമാണ്. അവിടെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു ഉച്ചയൂണോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ അവൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇവിടെ വന്ന് കഴിച്ചോട്ടെ എന്ന്. അത് നല്ല കാര്യമല്ലേ അമ്മയെന്ന് ഞാനും പറഞ്ഞു. എന്തായാലും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചു. ഒത്തിരി കാലമായി കണ്ടിട്ട്. കാര്യം കാസർഗോഡാണല്ലോ, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പരിചയമില്ല. പക്ഷേ എൻ്റെ ഭർത്താവിനേക്കാൾ സുന്ദരനാണ്. എങ്കിലും എൻ്റെ ഭർത്താവുമായി നല്ല രൂപസാദൃശ്യമുണ്ട്. അങ്ങനെ ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞു. എന്താ വിവാഹബന്ധം പിരിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോഴത്തെ കാലത്ത് നമ്മളറിയാതെ നമുക്ക് പല തെറ്റുകൾ സംഭവിക്കില്ലോ. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നടന്നുപോയി. എന്ത് ചെയ്യാനാണ്, ഞാനൊരു സൗന്ദര്യ ആരാധകനാണ്. പണ്ടത്തെ സിനിമയിലെ ഉമ്മറിൻ്റെ ഡയലോഗ് പോലെ എന്ന് പറഞ്ഞു. ആളൊരു പഞ്ചാര തന്നെയെന്ന് എനിക്ക് തോന്നി. എന്തായാലും സ്ഥിരമായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എടി ഞാൻ ഒരു കാര്യം പറയാം. എന്തായാലും നിന്റെ ഭർത്താവ് തെറ്റുകാരനാണ്. ഇവനാണെങ്കിൽ നിന്നെ ഇവിടെ വരുമ്പോഴേക്കും വളരെ കൗതുകത്തോടുകൂടിയാണ് നോക്കുന്നതും. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എടി ഇപ്പോഴത്തെ കാലത്ത് ഒരു പരീക്ഷണം കൊണ്ടേ നമുക്ക് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാകൂ. ഇതിപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. എന്തെങ്കിലും ഗുണമുണ്ടോ? പുതിയൊരു പരീക്ഷണം നടത്തിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അതിന് നീ റെഡിയാണോ? അമ്മ ക്ലിയർ ആക്കൂ. എടി മോളെ, ഇതൊരു ചാൻസാണ്, പരീക്ഷണത്തിൻ്റെ ചാൻസ്. അവനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ കൂട്ടത്തിൽ കൂടുന്ന ടൈപ്പാണ്. ഒരു കാര്യം ചെയ്യൂ, ജീവിതത്തിൽ എപ്പോഴും ഒരു റിസ്ക് എടുക്കണം, ഒരു പരീക്ഷണം നോക്കണം. അമ്മേ ഞാൻ പറഞ്ഞു വരട്ടെ. ഇവനാണെങ്കിലല്ലേ സുന്ദരൻ, സുമുഖൻ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതീവ താല്പര്യകക്ഷി. ഇനി അതല്ല, അവൻ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ചടയെന്ന് 2 കുട്ടികളുമുണ്ടായി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു കുഴപ്പമില്ല. പക്ഷേ അമ്മേ, നീ പറഞ്ഞത് നിനക്ക് കുഴപ്പമുണ്ടെന്നല്ലേ? പറയാൻ പറ്റില്ലടി. ചിലപ്പോൾ കുഴപ്പമില്ലാത്ത ഒരാളും കുഴപ്പമുള്ള ഒരാളും കൂടെ നന്നായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 കുഴപ്പങ്ങളും മാറിയെങ്കിലോ. അമ്മ എന്നെ കളിയാക്കണോ? കളിയാക്കലടി. എൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു നിരീക്ഷണമാണ്. ചിലപ്പോൾ എൻ്റെ ബുദ്ധി പിഴച്ചേക്കാം, പക്ഷേ പിഴച്ചാലും അതിൽ ഒരു ഗുണമുണ്ടാകും. അമ്മേ, നീ ഒന്ന് ശ്രമിക്ക്. ഞാനാണെങ്കിൽ നിനക്ക് ഫുൾ സപ്പോർട്ട്. ഞാൻ അവനോട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. ഒരു 3-4 മാസം നോക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു റിസൾട്ടും ഇല്ലെങ്കിൽ ഓക്കെ, ഇതിൽ നിന്ന് പിന്മാറാം. അമ്മ അങ്ങനെയൊക്കെ പരീക്ഷണമാകാമോ? പരീക്ഷണമാകാം. വേറെ എന്തെല്ലാം കാര്യത്തിൽ പരീക്ഷണം ചെയ്യുന്നു? മരുന്ന്, മന്ത്രം, പ്രാർത്ഥന, അതിലെല്ലാം പരീക്ഷണമാണല്ലോ. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ ഇത് പരീക്ഷിക്കാം. എന്നാലും എൻ്റെ ഹസ്ബൻഡ് അവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യം നോക്കി കുറേ കാലം നടന്നവനാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നിങ്ങൾ രണ്ടുപേരും നല്ല അടുപ്പത്തിലല്ലേ? അടുപ്പത്തിലാണ്. അപ്പോൾ കാര്യങ്ങൾ ക്ലിയറായി. എന്ന് വെച്ചാൽ എടി, ഇപ്പം എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. പിന്നെ ചികിത്സയില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ജോളിയായിട്ട് പോകുന്നു. ഇപ്പോൾ ഈ സൈഡിൽ കൂടി ഇതും നന്നായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു വിശേഷമുണ്ടായാൽ, ഒരു മിറക്കിൾ സംഭവിച്ചാൽ നിൻ്റെ ഭർത്താവ് വിചാരിക്കും ഇപ്പം എല്ലാം ക്ലിയറായി, ഈ ഒരു അവസരത്തിലെങ്കിലും നല്ല ഒരു ഭാഗ്യം തന്നല്ലോ എന്ന്. ഭാഗ്യത്തിന് പിന്നിലുള്ള രഹസ്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞാൽ മതി. എന്നാലും അമ്മേ, എടി ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് ഗുണമേ ഉണ്ടാകൂ. നിനക്ക് ഒരു സംഭവം കൊണ്ട് മനസ്സിലായില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ അമ്മ തന്നെയാണ് അറേഞ്ച് ചെയ്തത് എല്ലാം. കാര്യം അങ്ങേരാണെന്നുണ്ടെങ്കിൽ പരമ്പത്ത് തെറിച്ച് നടക്കുകയാണ്. അതുമാത്രമല്ല, എന്ത് വേണമെങ്കിലും തുറന്നു പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ്. എന്ത് പരീക്ഷണങ്ങൾക്കും പുള്ളി ഓക്കെ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും എങ്ങനെയും ചേരുന്ന ഒരു കക്ഷിയാണ്. എനിക്ക് ആദ്യം ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സൗന്ദര്യമുള്ള ഒരാളായതുകൊണ്ട് അത്ര വലിയ ദേഷ്യമൊന്നും എനിക്കിട്ട് തോന്നിയതുമില്ല. അങ്ങനെയാണ് അമ്മായിമ്മയുടെ ആശീർവാദം. അമ്മായിമ്മ പറഞ്ഞത് 90 ദിവസമാണ്, 3 മാസം. അതിനുള്ളിൽ അങ്ങനെ മാക്സിമമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭർത്താവിൻ്റെ അഭാവത്തിൽ ഞാൻ പരിശ്രമിച്ചു. പിന്നെ അത് മാത്രമല്ല, ഭർത്താവിനേക്കാൾ സൗന്ദര്യമുള്ള ഒരാൾ. അതുമാത്രമല്ല, പിന്നെയും വേറെയും ഒത്തിരി ക്രൈറ്റീരിയകളുണ്ട്. ഞാൻ കാണാത്ത പലതും, കേൾക്കാത്ത പലതും, അനുഭവിക്കാത്ത പലതും, പിന്നെ പലവിധ പരീക്ഷണങ്ങളും വ്യത്യസ്തതകളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഈ അയലത്തെ അദ്ദേഹം. അമ്മായിമ്മയുടെ ആ ദീർഘവീക്ഷണം വളരെ ശരിയായിരുന്നു. കാര്യങ്ങൾ കറക്റ്റായി ഫലിച്ചു. ഒരു പ്രശ്നവുമില്ല. വിശേഷമായി നാട്ടിലും വീട്ടിലും എൻ്റെ ഹസ്ബൻഡിനും എല്ലാവർക്കും സന്തോഷമായി. ഇപ്പോൾ ഞാൻ റെസ്റ്റിലാണ്. കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ നല്ല വിരഹദുഃഖമുണ്ട്. ഈ ഒരു വിശേഷം പറഞ്ഞതോടുകൂടി അമ്മായിമ്മയുടെ സ്വഭാവം മാറി. അമ്മായിമ്മയുടെ അനിയത്തിയുടെ മോനോട് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരണ്ട, നീ ഇനി നിൻ്റെ കാര്യം നോക്കി എവിടെയെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്
പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരാറില്ല. എന്നാലും അദ്ദേഹത്തിന് യഥാർത്ഥം അറിയാമല്ലോ. കുടുംബത്തിന് വേണ്ടി പുള്ളിയെല്ലാം മറച്ചു പിടിക്കുന്നുണ്ടെങ്കിലും എന്നോട് പറയുന്നുണ്ട് എന്നെ വലിയ ഇഷ്ടമാണ്. ആ വിവാഹമോചനം നടന്നല്ലോ, അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ വിവാഹമോചനം ചെയ്യൂ, എന്നിട്ട് നമുക്കൊരു ജീവിതം തുടങ്ങാമെന്ന് ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും എനിക്ക് അദ്ദേഹത്തോട് ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. സെൻറ്റിമെൻറ്റ്സ് കൊള്ളാം, അതിനെ ഒരിക്കലും നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല. കാര്യം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് കാരണം ഒരാളാകുമ്പോൾ ആ കാരണത്തെ എന്തായാലും സ്നേഹിക്കും. പക്ഷേ അതൊരു വിഡിതമാകാനുള്ള എല്ലാ ചാൻസുമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? കാര്യം അയാളെന്നുണ്ടെങ്കിൽ 2 കുട്ടികളൊക്കെ ഉണ്ട്, എന്നിട്ട് പോലും ഭാര്യ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം നടന്നെന്നും പറഞ്ഞു. ഇപ്പം പിന്നെ വല്യമ്മ പറഞ്ഞപ്പോഴേക്കും ഈ കാര്യങ്ങൾക്കെല്ലാം കൂട്ടു നിൽക്കുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മരം കണ്ടാലും അതിലേക്ക് ചായുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങേരിൽ നിന്ന് നല്ലൊരു ജീവിതം കിട്ടുമെന്നും. ഇതിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് പോകുന്നത്. അങ്ങേരാണ് കാരണക്കാരനെന്ന് നിങ്ങൾ പറയുകയേ വേണ്ട. എൻ്റെ ഹസ്ബൻഡ് ഞാൻ എന്ന് പറഞ്ഞിട്ട് പതുക്കെ അങ്ങേരുടെ രീതിയിലേക്ക് വഴിതിരിച്ചു വിടുന്നതാണ് നല്ലത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അങ്ങേരുടെ പുറകെ പോയി കഴിഞ്ഞാൽ സ്നേഹം കിട്ടുമെന്ന്. അങ്ങേർക്കാണെന്നുണ്ടെങ്കിൽ ഇനിയും പല ലക്ഷ്യങ്ങളും കാണും. അങ്ങേരെ വെറുപ്പിക്കാതെ അങ്ങേരുടെ വഴിക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേരുടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതെ പോയിക്കോളും. അല്ലാതെ മോഹം കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ജീവിതം നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ.